ഹായ് ഫ്രണ്ട്സ്, പെറ്റൽസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, അധികം വലിയൊരു വീഡിയോ ഒന്നല്ല. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് കളക്ട് ചെയ്ത കുറച്ച് ചെടികളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാനിത് റമദാന് മുന്നേ കളക്ട് ചെയ്ത ചെടികളാണ് കേട്ടോ. ഇപ്പോൾ കൊറോണയൊക്കെ നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്നും ഇറങ്ങരുത്, എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ വീട്ടിലിരിക്കണം. അപ്പോൾ ഇത് ഞാൻ കളക്ട് ചെയ്തത് കുറച്ച് മുന്നേ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് ഡിലേ ആയി. പിന്നെ അത് നട്ടുപിടിപ്പിച്ച സമയത്ത് പെരും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇത് കുറച്ച് വളർന്നു. അതപ്പോൾ ആ വളർന്നതൊക്കെ ഒന്ന് കാണിക്കാൻ എഴുതിയിട്ടാണ് ഇത്ര ഡിലേ ആയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചെടികൾ തന്നിട്ടുള്ളത് ഹാരിസാറും അവരുടെ വൈഫുമാണ്. അപ്പോൾ യാദൃശികമായിട്ട് അവർ വീട്ടിൽ പോകാൻ ഇടയായപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് ഈ ചെടികൾ. അപ്പോൾ ഇക്കാൻ്റെ കൂടെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ ഈ ഹാരിസാറ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിന് പോയ സമയത്താണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ചെടിയൊക്കെ കളക്ട് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്നത് ഒരു ഔഷധ ചെടിയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ ഫ്ലവറിങ് ചെടിയോ അങ്ങനെയൊന്നും അല്ല, അങ്ങനെ വളർത്തുന്ന ചെടിയല്ല. ഇത് നമ്മൾ വിക്സില്ലേ, വിക്സിൻ്റെ ചെടിയാണെന്നാണ് പറഞ്ഞത്. നല്ല സ്മെല്ലുണ്ട് അതിന്. പിന്നെ നമ്മൾ അടുത്തത് നോക്കുന്നത് ചെടി എന്ന് പറയുന്നത് വെർബീനയാണ്. ഇത് വെർബീനൻ്റെ ഒരു കളക്ഷൻ എൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ ഇത് ഏതാ കളറോന്നും എനിക്കറിയില്ല, പക്ഷെ അവരിത് പൊട്ടിച്ചിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കിനും അവരിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ അതും കൊടുന്നു. ഇതിൻ്റെ റോസ് കളർ ഇതിൻ്റെ ഇതിൽ ഫ്ലവറൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിന്നെ ഒന്ന് കിട്ടിയത് എനിക്ക്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്കൊന്ന് ക്രീപ്പിംഗ് ചാർലിൻ്റെ ഒരു ബ്രൗൺ കളറാണ് തോന്നുന്നു. ഇതുവരെ ഞാനിത് കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ ഇതിന് ചെറിയ കുഞ്ഞു പീസ് തന്നെ മതി. ഇത് അത്യാവശ്യം പെട്ടെന്ന് വളർന്നു വരുന്നൊരു ചെടിയാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സീഡം പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്, ചെറിയ പീസ് ഉണ്ട്. പക്ഷെ അവരത് അവരുടെ വീട്ടിൽ കുറേ ഉണ്ട് പറഞ്ഞിട്ട് അവിടുന്ന് പറിച്ച് തന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൊടുന്ന് നോക്കുമ്പോൾ സെയിം തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ആ സീഡം പ്ലാന്റിൻ്റെ അതേ തന്നെയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒരു ഫേണാണ്. നല്ല ഭംഗിയുള്ളൊരു ഫേണാണിത്. അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇത് നല്ല ഭംഗിയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ചെടി എന്ന് പറയുന്നത് ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ടാണ്. ഇതൊരു ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പീസാണ്. ഇനി ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ വേര് പിടിക്കും. അപ്പോൾ ഞാനിത് നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കുറച്ചൊരു വെള്ളത്തിലിട്ട് വെക്കണം എന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇത് നമ്മളെ പത്തണി മുല്ല, പോട്ടിലേക്കാന്നറിയപ്പെടുന്ന പത്തണി മുല്ലേൻ്റെ ഒരു വിഭാഗമാണ്. ഇത് ജംബോ ആണ്. അതിൻ്റെ വലിയ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു പീസ് തന്നിട്ടുണ്ട്. ഇതൊരു പിങ്ക് കളറാണ് അതിന്മേൽ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഒരു കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഈ ഇലയിൽ തന്നെ ഇങ്ങനെ തയ്യാളൊന്നായിട്ട് ഇങ്ങനെ വലുതായിട്ട് വരും. ഇത് കുറച്ചും കൂടി വലുതാവും കേട്ടോ ഈ ചെടി. അപ്പോൾ ഈ ചെടി കുറച്ച് വലുതായിട്ട് അതിൽ ആ ഇലയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി വീണ ഇത് വീണ്ടും തൈയായിട്ട് മാറും. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ചെടി കാണാൻ. അവിടെ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് തൈകൾ പറിച്ചെടുത്താണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് തൈ കാണിക്കുന്നത് ബബിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ കയ്യിൻ്റെ നെക്സ്റ്റ് ആയിട്ട് കാണുന്നത് ഇതല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ബബിൾ പ്ലാന്റ് അയിമീൻ തന്നെ പിങ്ക് കളർ ഫ്ലവറാണ് വിരിയണത്. ഇത് ശരിക്കും ആ പോട്ടിലേക്ക് തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുപോലത്തെ വേറെ ഒരു വെറൈറ്റി കൂടെ ഉണ്ട്. അപ്പോൾ ഒരു 4 വിധം പോട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇതിന് കളക്ഷൻ എൻ്റെ കയ്യിലുള്ളത്. ഇത് പിന്നെ നമ്മളൊരു സാധാ ഒരു ബാമ്പു ആണ്, യെല്ലോ ബാമ്പു ആണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. യെല്ലോ ബാമ്പുവിൻ്റെ ചെറിയ തൈകളാണ്. അതിൻ്റെ ഒരു 3 തൈകളുണ്ട്. അപ്പോൾ ഇനി ഇതൊരു വലിയൊരു ചട്ടിയിലോട്ട് മാറ്റണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹേർട്ട് പ്ലാന്റ്, പർപ്പിൾ ഹേർട്ട് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇത് ഹാങ്ങിങ്ങിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വരികയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റിയൊരു ചെടിയാണ്. കാക്ടസ് വിഭാഗത്തിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഫ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ എവിടെ പെട്ടിട്ട് വീഡിയോയിൽ എടുത്ത സമയത്ത് അതിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അത് നട്ട് പിടിപ്പിച്ച സമയത്തുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഓരോന്ന് ഞാൻ എത്ര വളർന്നു എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു. ആ മഴ കാരണം ചെടികളൊക്കെ ഞാൻ കരുതി ഫുള്ളും കേടുമായി പോകുമെന്ന് കരുതി. അപ്പോൾ കണ്ടോ ജംബോൻ്റെ പൂവൊക്കെ കണ്ടോ, നല്ല വലിയ പൂവുണ്ടായിട്ടുണ്ട്. സീഡം പ്ലാന്റൊക്കെ അത്യാവശ്യം വളർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും ചീഞ്ഞ് പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അത് ആ കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ചെടിയിൽ തന്നെ നല്ലപോലെ പിടിച്ച് നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതാ കാണിക്കുന്നത് ബബിൾസ് പ്ലാന്റ് ആണ്. ഈ ബബിൾ പ്ലാന്റിൽ തന്നെ ഫ്ലവർ വിരിഞ്ഞു കേട്ടോ. കണ്ടോ ഒരു പിങ്ക് കളർ ഫ്ലവർ. ഇപ്പോൾ അത് വാടിപ്പോയിട്ടുണ്ട്, ഇന്നലെ വിരിഞ്ഞതാണ്.
അപ്പോൾ എല്ലാ ചെടികളും അത്യാവശ്യം നല്ല പോലെ തന്നെ പിടിച്ചിട്ടുണ്ട്, ഒന്നും കേടായി പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നല്ല തിക്കായിട്ട് വളരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇത്രയും നല്ല ചെടികൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഈ ഹാരിസ്കായ്ക്കും അവരുടെ വൈഫിനും ഞാൻ എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് താങ്ക്സ്. പിന്നെ ഇതാണ് കേട്ടോ ഞാനിത് ആ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കാത്ത ചെടിയെന്ന് പറഞ്ഞ കാക്ടസ്. ഇതിനും വേര് വന്നിട്ടുണ്ട്, അത് നല്ലപോലെ പിടിച്ചു നിന്നിട്ടുണ്ട്. കൊറോണൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത്. അപ്പോൾ വീണ്ടും ഇതാ കൊറോണ നല്ല രൂക്ഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആരും പുറത്തൊന്നും ഇറങ്ങാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഓരോ ജോബുകൾ എല്ലാവർക്കും ഉണ്ടാവും. അവരെന്തെങ്കിലുമൊക്കെ അത് കണ്ടെത്തുക, ആ ഒരു ഹോബിയിൽ മുഴുകുക എന്നല്ലാതെ പുറത്തോട്ട് ആരും ഇറങ്ങരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.